പ്രേക്ഷകരെ, മുത്തങ്ങ സമരത്തിനിടയിൽ പോലീസുകാരനെ കൊന്ന കേസിൽ 35 പ്രതികളെയും വെറുതെ വിട്ട് കോടതി. നിലവിൽ മരണപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരൻ. അതോടൊപ്പം മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ വനവാസി നേതാവ് എം ഗീതാനന്ദനടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. 2003 നടന്ന കേസിൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നിർണായകമായ 2 ഉത്തരവും. വിവരങ്ങളുമായി കൽപ്പറ്റ കോടതിയിൽ നിന്ന് ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുകയാണ്. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്താണ് ഈ കേസിലെ നാൾവഴികൾ? എന്തൊക്കെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും ശിവദാസ്? അശ്വതി, കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സമരമായിരുന്നു മുത്തങ്ങ സമരം. വനവാസികൾ ഭൂമിക്ക് വേണ്ടി നടത്തിയ ഒരു സമരമായിരുന്നു. 2002 ഡിസംബറിലായിരുന്നു ഈ സമരം തുടങ്ങിയത്. പിന്നീട് 2023 തുടക്കത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെ ഈ സമരം ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്താണ് ഒരു പോലീസുകാരനായിട്ടുള്ള കണ്ണൂരിലെ ഒരു പോലീസുകാരനായിട്ടുള്ള കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ ഈ കേസിലാണ് ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ ഏകദേശം 57 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 15 പേർ ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം 23 വർഷം മുൻപ് നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ കാലയളവിനുള്ളിൽ തന്നെ 15 പേർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ കിടപ്പ് രോഗിയുമാണ്. ബാക്കിയുള്ള എല്ലാ പ്രതികളും 3 പ്രതികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ കോടതിയിൽ ഇന്ന് ഹാജരായിരുന്നു. പക്ഷേ ഇന്ന് കോടതി ഈ പ്രതികളെയൊക്കെ തന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം ഇവർക്കെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ കൊലപാതക കുറ്റമോ ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധി പ്രസ്താവിച്ച ജഡ്ജ് അയ്യൂബ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരാൾ ഈ കേസിൽ ഉൾപ്പെട്ട ഒരാൾ അശോകൻ എന്ന ഒരു പ്രതി, 2ാം പ്രതിയാണ്. ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ അശോകൻ മരിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ ഇയാൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടില്ല. അതേസമയം ഈ സമാനമായ സമയത്ത് തന്നെ ഉണ്ടായതാണ് അബ്ദുൽ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേറ്റ നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തിയ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ കേസിലും ഇന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗീതാനന്ദൻ അടക്കം വനവാസി നേതാവ് കൂടിയാണ് ഗീതാനന്ദൻ. ഈ സമരമുഖത്തെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന സമര നേതാവ് കൂടിയാണ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവമാണ് ഇത്. ഈ 4 പേരും 5 വർഷം കഠിന തടവ് അനുഭവിക്കണം എന്നാണ് പറഞ്ഞത്. വ്യത്യസ്ത കുറ്റങ്ങളിലായി ഏകദേശം 19 വർഷത്തോളം തടവ് അനുഭവിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 19 വർഷത്തെ തടവ് ഇത് എല്ലാം കൂടി ഒരുമിച്ച് 5 വർഷം അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർക്ക് ജാമ്യം എടുക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേൽക്കോടതിയെ സമീപിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളം കാത്തിരുന്ന വളരെ സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഇന്ന് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്, വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സമരമാണ് മുത്തങ്ങ സമരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അക്കാലത്തൊക്കെ തന്നെ അന്ന് ഭരണകൂടത്തെ ആകെ വിറപ്പിച്ച ഒരു സമരം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് 4200-ലേറെ വനവാസികളാണ് ഈ സമരത്തിൽ പങ്കാളികളായത്. പിന്നീട് ഈ സമരം പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് വനവാസികൾ ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെ അത് അലയടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പലപ്പോഴും ഭരണകൂടത്തിന് ഈ ഒരു സമരത്തെ നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ ഈ സമരം ഒരു സംഘർഷത്തിൽ കലാശിച്ചതും അത് തോക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെടിവെപ്പ് വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വെടിവെപ്പും വലിയ രീതിയിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 2 കൂട്ടർക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരവധി വനവാസികൾക്കും എല്ലാം തന്നെ ഈ സമരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ ഒരു അധ്യായമായി എഴുതി ചേർത്ത ഒരു സമരം കൂടിയായിരുന്നു അന്ന് 2003 നടന്ന മുത്തങ്ങയിലുണ്ടായ ഈ സമരം. അതിനുശേഷം വിവരങ്ങൾ വ്യക്തമാണ്. എന്നാലും കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുത്തങ്ങ സമരത്തിനിടയിൽ ഒരു പോലീസുകാരനെ കൊന്ന കേസിൽ 35 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. നിർണായക വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മരണപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരനെന്നാണ് ഇപ്പോൾ ശിവദാസ് കന്മനം നൽകിയ റിപ്പോർട്ട്.